നമസ്കാരം. വയോധിക ദമ്പതികളെ വെർച്വൽ അറസ്റ്റിൽ നിർത്തി 48 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 8-ാം പ്രതിയെ ഏനാത്ത് പോലീസ് സേലത്ത് നിന്ന് പിടികൂടി. തമിഴ്നാട് സേലം പേരാമ്പളൂർ ഡിസ്ട്രിക്ട് ഉടുമ്പിയം കാട്ടുകൊട്ടൈ ഹൗസ് നമ്പർ 1/326 ജയരാമിന്റെ മകൻ അരുൾകുമാർ ജയരാമനാണ് ഏനാത്ത് പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിൽ കുടുങ്ങിയത്. ഇന്നലെ രാവിലെ 7-നാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിലാകെ 8 പ്രതികളാണുള്ളത്. കടമ്പനാട് സ്വദേശി 76-കാരനെയും ഭാര്യയുമാണ് കബളിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഡിസംബർ 2-ന് 1-ാം പ്രതി മോഹൻകുമാർ ഇദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ച് ഇദ്ദേഹത്തിന്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉച്ചയ്ക്ക് 12:08-ന് അക്കൗണ്ട് തുടങ്ങിയെന്നും ഈ ആധാർ നമ്പർ ഉപയോഗിച്ചെടുത്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് നിരവധി തട്ടിപ്പ് കോളുകളും സ്കാം സന്ദേശങ്ങളും അയച്ചതായും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇയാൾ 2-ാം പ്രതി സ്വാതി എന്ന സ്ത്രീയെ മഹാരാഷ്ട്ര സൈബർ പോലീസ് SI ആണെന്ന് പരിചയപ്പെടുത്തി. വയോധികന്റെ മുംബൈയിലെടുത്ത ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് 3.9 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയ കേസിൽ ഇദ്ദേഹം പ്രതിയാണെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഇത്തരത്തിൽ തുടർന്ന് മൊബൈൽ ഫോൺ വഴിയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നിരവധി സന്ദേശങ്ങൾ അയക്കുകയും ഇദ്ദേഹത്തെയും ഭാര്യയും വീഡിയോ കോളിൽ നിരീക്ഷണത്തിൽ നിർത്തുകയും ചെയ്തു. രക്ഷപ്പെടുത്താൻ പണം ആവശ്യപ്പെട്ട പ്രതികൾ അടുത്ത ദിവസം ഇദ്ദേഹത്തിന്റെ കടമ്പനാട് SBI ശാഖയിലെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ 3-ാം പ്രതി അനിൽകുമാറിന്റെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ അക്കൗണ്ടിലേക്ക് RTGS മുഖേന മാറ്റിച്ചു. അന്ന് തന്നെ കടമ്പനാടുള്ള ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ 3-ാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ഇതേ രീതിയിൽ മാറിയെടുത്തു. തുടർന്ന് ഡിസംബർ 4-ന് അടൂർ SBI ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്നും 4-ാം പ്രതി സന്ദീപ് കുമാറിന്റെ ജയ്പൂരിലെ കോടക് മഹീന്ദ്ര ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് 4,90,000 രൂപ ഇത്തരത്തിൽ മാറ്റിയെടുത്തു. തൊട്ടടുത്ത ദിവസം കടമ്പനാട് SBI ശാഖയിലെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 10,81,000 രൂപ 5-ാം പ്രതി സഞ്ജീവ് ആചാര്യ എന്നയാളുടെ കോടക് മഹീന്ദ്ര ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിച്ചു. ഡിസംബർ 12-ന് കടമ്പനാട് SBI ശാഖയിലെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 10,30,000 രൂപ 6-ാം പ്രതി ചേതുറാം ജെയിൻ എന്നയാളുടെ ഭവാനിപുത്ര ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിലേക്ക് ഇതേ രീതിയിൽ തന്നെ മാറ്റിയെടുത്തു. ഒടുവിൽ 2 ലക്ഷം രൂപ 7-ാം പ്രതി ഭുവനേന്ദ്ര സോണിയുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് 17-ന് മാറ്റിയെടുത്തു. ഇത്തരത്തിൽ പല ദിവസങ്ങളിലായി ആകെ 48,100,000 രൂപയാണ് പ്രതികൾ കബളിപ്പിച്ച് തട്ടിയെടുത്തത്. അറസ്റ്റിലായ 8-ാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് വിവിധ അക്കൗണ്ടുകളിൽ നിന്നും പണം ട്രാൻസ്ഫർ വന്നിട്ടുള്ളതായും തുകയെല്ലാം ഇയാൾ പിൻവലിച്ചിട്ടുള്ളതായും കണ്ടെത്തി. 17-ന് 7-ാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് വന്ന 2 ലക്ഷം രൂപ 8-ാം പ്രതിയുടെ തമിഴ്നാട് ആദൂർ ശാഖയിലെ അക്കൗണ്ടിലേക്ക് അന്ന് തന്നെ മാറ്റിയതായും എന്നാൽ ബാങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായും പോലീസിന്റെ നിരീക്ഷണത്തിൽ ബോധ്യപ്പെട്ടു. ഈ അക്കൗണ്ട് സംബന്ധിച്ച് ബാങ്ക് രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തര സന്ദേശങ്ങൾ അയച്ചും വെർച്വൽ അറസ്റ്റിൽ നിർത്തിയും പ്രതികൾ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും തട്ടിയെടുത്ത പണം ഡിസംബർ 23 മുതൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാതെ വന്നപ്പോൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം വ്യാപകമാക്കിയിരുന്നു. ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെയും മറ്റും സഹായത്തോടെ ഊർജിതമാക്കിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ അമൃത് സിംഗ് നായികിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംഘത്തിൽ SCP-മാരായ ശിവപ്രസാദ്, ഷൈൻ, സാംദാസ്, CPM-മാരായ CS അനൂപ്, അഫ്സൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.